പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. ആദ്യം തന്നെ ഒരു കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ പൂവെല്ലാം അടർത്തി മാറ്റിയെടുക്കുക. വലുതാണെങ്കിൽ ഒന്ന് നെടുകെ കീറി ചെറുതാക്കിയെടുക്കുക. അധികം വലുതായാൽ അധികം രസം ഉണ്ടാവില്ല. അതിനുശേഷം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ കോളിഫ്ലവർ മുങ്ങേണ്ട തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് ആ വെള്ളം തിളപ്പിക്കുക. അതേ സമയം കൊണ്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഴുകിയെടുക്കുക. കോളിഫ്ലവറിൽ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് നോക്കിയിട്ട് വേണം എല്ലാം വൃത്തിയാക്കി എടുക്കാൻ. നല്ലോണം കഴുകി കോളിഫ്ലവർ ഈ തിളച്ച മഞ്ഞളിൻ്റെ വെള്ളത്തിലിട്ട് മൂടി വെക്കുക. അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം, അധികം വെന്ത് പോകാൻ പാടില്ല. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 സ്പൂൺ കടലമാവ്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് വേണം എടുക്കാൻ. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളറ് കിട്ടും. അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മഞ്ഞളിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അത് ഊറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം ഒഴിച്ച് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അധികം വെള്ളം കൂടിപ്പോകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടലമാവും കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ട ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് പാത്രം ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കടലമാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോന്നോരോന്നിട്ട് കോളിഫ്ലവർ വറുത്തെടുക്കാം. ഒരു ഭാഗം ആയതിനു ശേഷം മറച്ചിട്ട് 2 ഭാഗം ഒരേ കളറാക്കി എടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നോരോന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഒന്നിച്ചിട്ടാൽ കട്ട പിടിച്ചു അതിൻ്റെ ഇത് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് കഴിയുന്നത് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഇത് ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.